അങ്ങനെ ഭൂമി ഏറ്റെടുക്കാനൊന്നും കഴിയില്ലല്ലോ. ഇതൊക്കെ നിയമാനുസൃതമായി നടക്കുന്ന കാര്യങ്ങളല്ലേ. വനം വകുപ്പിൻ്റെതായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷേ പൊതുവെയുള്ള നടപടികൾ പൊതു നിയമങ്ങൾക്കനുസൃതമായിട്ട് മാത്രമാണ്, നമ്മുടെ പൊതു താല്പര്യത്തിനനുസരിച്ച് മാത്രമേ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഒരു വകുപ്പും പ്രത്യേകമായി എന്തെങ്കിലും ദ്രോഹ നടപടികൾ സ്വീകരിക്കുമെന്ന് കരുതേണ്ടതായിട്ടില്ല. അതെവിടെ എത്തിയിട്ടില്ല. കോന്നിയിലൊരു പ്രസംഗത്തിനിടയിലാണ് ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനിടയിൽ അങ്ങ് ഒരു മറുപടി കൊടുത്തത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. അതിന് KC വേണുഗോപാലിന്റെ ഒക്കെ ഒരു മറുപടി വന്നിട്ടുണ്ട്. സമനില തെറ്റി എന്നുള്ള കുറ്റത്തിലൊക്കെയാണ് അദ്ദേഹത്തെ പ്രതികരണം. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അത്രയേ ഉള്ളൂ. അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയല്ലോ, നിരാശരായല്ലോ. അതല്ല, എനക്കറിയാതൊക്കെ. അത് അവിടെ ആരെങ്കിലും എന്നെ എതിർക്കാൻ വേണ്ടിയോ LDFനെ എതിർക്കാൻ വേണ്ടിയോ വന്നതല്ല. പിന്നെ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാവുമല്ലോ. പലതരത്തിലാണല്ലോ ആവേശം വരിക. ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അല്ല, നിങ്ങൾ ഞാനൊക്കെ നിങ്ങൾ അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ പൊതുയോഗത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആളും ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. പൊതുയോഗത്തിൽ നമ്മൾ ഒരാൾ സംസാരിക്കാൻ ചെല്ലുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിൻ്റെ രീതി. അത് കലക്കുന്നതിനോ ബഹളം വെക്കുന്നതിനോ എന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. പണ്ട് വേറൊരു രീതി ഉണ്ടായിരുന്നു. ചില ആൾക്കാർ വളരെ ദശാബ്ദങ്ങൾക്ക് മുൻപാണ്, ഇപ്പം നിങ്ങളെ ഈ പ്രായത്തിലല്ല. അപ്പോൾ ചിലയിടത്ത് പോയാൽ ഒരു കടലാസിൽ ചോദ്യം എഴുതിയിട്ട് കൊണ്ടു കൊടുക്കും. ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ ഈ പൊതുയോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാനില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചില ആൾക്കാർ ചിലതിനെ എതിർക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ സാധാരണ പൊതുമര്യാദയിൽപ്പെട്ടതല്ല. പിന്നെ പൊതുമര്യാദയൊന്നും പാലിക്കേണ്ടതില്ല, പിണറായി വിജയൻ്റെ മീറ്റിംഗ് ആയാലും ഇങ്ങനെയൊക്കെ ആയിക്കോളുമെന്ന് KC വേണുഗോപാലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ അത് ശരിയല്ലാതെ വന്നു. അത് തന്നെയല്ലേ അദ്ദേഹം മാധ്യമപ്രവർത്തകരോടും പറഞ്ഞത് പോയി ചോദിച്ചപ്പോൾ. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. ശ്രമങ്ങൾ നടത്തിയില്ലേ, വലിയ ഇടപെടലുകൾ നടത്തിയില്ലേ, സംരക്ഷിക്കുകയല്ലേ ചെയ്തത്. ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ ഘട്ടത്തിൽ അവളെ പറ്റി ചിന്തിച്ചോ? ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ മൊത്തമായും ചില്ലറയായും സൈബർ പടയുണ്ടല്ലോ. ആ സൈബർ പടയാകെ ആർക്കെതിരെയാണ് ആക്രമണം അടിച്ചു വിട്ടത്? അവൾക്കെതിരെയല്ലേ. അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പോഴും അതല്ലേ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞങ്ങൾ അന്നും അവളോടൊപ്പമാണ്, ഇന്നും അവളോടൊപ്പമാണ്. കപ്പിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എന്താ, കപ്പിന് ഞാൻ ആ കപ്പ് എടുത്ത് പോയത് ഈ അവളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ടല്ല. ഞാൻ ആ കപ്പിൽ ഒരു വെള്ളം കുടിക്കുന്നു, അന്നേരം മാധ്യമപ്രവർത്തകർ ആ കപ്പിൻ്റെ ഫോട്ടോ കൊടുക്കുന്നു. അത് യാദൃശ്ചികമായി വന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അവളോടുള്ള സമീപനത്തിൽ ഞാൻ മാറ്റം വരുത്തിയെന്നല്ല. കപ്പൻ്റെ കയ്യിലെന്ന് വന്നത് യാദൃശ്ചികമായിട്ടാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി മറ്റതെല്ലാം ബോധപൂർവമാണ്. അവളോടൊപ്പം നിന്നതും ഇപ്പൊ നിൽക്കുന്നതും. ഇനി ആർക്കെങ്കിലും അങ്ങനെ ദുരനുഭവം ഉണ്ടായാൽ അവരോടൊപ്പം നിൽക്കുന്നതും എല്ലാം ഞങ്ങളുടെ ഒരു നിലപാട് തന്നെയാണ്. ആ നിലപാടിന്റെ ഭാഗമായി ഞാൻ സ്വീകരിക്കുന്ന നിലപാടാണ്. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ.
ഞാൻ പറഞ്ഞ ഈ അവൻ എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ആളുടെ ഭാര്യയായിരുന്നു ഇത്. ഭാര്യയുടെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രശ്നം വന്നത്. അവന്റെ ഭാര്യ അത്തരം ഒരു സംഭവത്തിന്റെ പരാതിയുമായിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും കുടുംബ പ്രശ്നമായിരുന്നു? നാട് മുഴുവൻ വിഭജിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു? അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്? എന്തൊരു സംഘമായിട്ടാണത് മാറിയത്? നിങ്ങളൊക്കെ സാംസ്കാരിക കേരളത്തിന് അതുപോലെ തന്നെയല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ചോദ്യവും വന്നത്? എന്താ ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന് നിങ്ങൾ ചോദിച്ചതിന് ഞാൻ പറയാം. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയും. അതിന് നിങ്ങൾ ക്ഷമിക്കുക. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ എടുത്തിയാടി ചെയ്യേണ്ടതല്ല. അവര് അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ ഇതിനാ ഞങ്ങൾ ഇടപെടേണ്ട കാര്യം വന്നിട്ടില്ല. അതാണ് കാര്യം. ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ എല്ലാം ഭാഗം കേട്ടോ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ എന്താ? ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും, കേരളത്തിലാകെ പറഞ്ഞിട്ടുണ്ടാവും. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങളെല്ലാവരും ചെറ്റകളെന്നാണ് ഇതിന്റെ അർത്ഥം. ഞങ്ങളെ പറ്റി പറയുമ്പോൾ പറയുന്നതാണ് ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ. എത്രയോ കാലമായി, ദശാബ്ദങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണിത് കേരളത്തിലെ പൊതുവേദികളിൽ. ഇത് സാധാരണ പറയുന്നില്ലേ? ചെറ്റത്തരം കാണിച്ചാൽ ചെറ്റത്തരം പറയില്ലേ? അതല്ലേ ഉണ്ടായത്. അതിന്റെ അർത്ഥം അയാളെ ചെറ്റാന്ന് വിളിച്ചു എന്നാണോ? അയാളുടെ പേര് മാറ്റി വിളിച്ചു എന്നാണോ? അയാളെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അങ്ങനെ പേരെടുത്തുകൊണ്ട് ആക്ഷേപിക്കുന്നതേ ഉണ്ടായോ? പക്ഷെ നിലപാടുകളുടെ വഞ്ചനയില്ലേ? വഞ്ചന കാണിച്ചു എന്ന് പറയുമ്പോൾ, വഞ്ചകൻ, വർഗവഞ്ചകൻ എന്ന് പറയുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥം? അതൊക്കെ നിലപാടുകളുടെ ഭാഗമായി പറയുന്ന കാര്യമല്ലേ? സ്വാഭാവികമായിട്ട് പറയില്ലേ? അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. പ്രതിപക്ഷമല്ല, മലയാള മനോരമക്ക് വലിയ താല്പര്യം അതിന്. മലയാള മനോരമയാണ് അത്. മലയാള മനോരമയാണല്ലോ ഇതിനു വേണ്ടിയുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. അത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരാണല്ലോ നമ്മുടെ പ്രതിപക്ഷത്തിലുള്ളവർ. അതിന്റെ ഭാഗമായി മലയാള മനോരമ പറഞ്ഞു, ഇതാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതെന്തോ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണത്. അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കേരളത്തിൽ അങ്ങനെ പറയാത്തൊരു വാചകമാണോ അത്? ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? മലയാള മനോരമക്ക് UDF-നെ വലിയ തോതിൽ സഹായിക്കണമെന്നുണ്ടാവും. പക്ഷെ നാട്ടുകാർ നിങ്ങളുടെ കൂടെ വേണ്ടേ? എന്തിനാ നിങ്ങളതിന് വേവലാതിപ്പെടുന്നു? അതിന് പിണറായി വിജയന്റെ നാക്ക് വളരെ മോശമായി പോയിരിക്കുന്നു എന്ന് ചിത്രീകരിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതും വളരെ വിചിത്രമായൊരു കാര്യമാണ്. എല്ലാ പഠനങ്ങളെ കുറിച്ചും ഇപ്പൊ അദ്ദേഹം പറയുകയാണ്. നാളെ നർമ്മട പഠനത്തെ കുറിച്ച് പറയുമെന്ന് എനിക്കറിയില്ല. എല്ലാ പഠനങ്ങളിലും ഡീലാണെന്നാണ് പറയുന്നത്. ഈ പാലക്കാട് എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? എനിക്ക് അത്രയും ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ ഡീൽ എന്ന് പറയുന്നത്? അവിടെ 1996 പാലക്കാട് മണ്ഡലത്തിൽ, ഇന്നത്തെ മണ്ഡലത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും, LDF ജയിച്ചിരുന്നു. ആരായിരുന്നു സ്ഥാനാർത്ഥി? നൌഷാദ്. ഇന്ന് പാലക്കാട് പ്രധാനപ്പെട്ട ഒരു പാർട്ടി നേതാവാണ്. അദ്ദേഹവും മുസ്ലിം നാമധാരിയാണല്ലോ. എങ്ങനെയാണത് BJP ആയിട്ട് ഡീലായിട്ട് മാറുക? എന്ത് അസംബന്ധവും എഴുന്നള്ളിക്കാൻ ഒരു പ്രയാസമില്ല.
അങ്ങനെ എഴുന്നള്ളിക്കുന്നതിനാ? ഇതിന്റെ ഭാഗമായി നല്ലതുപോലെ കച്ചവടം നടത്താൻ. ആരാ കച്ചവടം നടത്തിയ നേരത്തെ? പാലക്കാട് 91-ലല്ലേ അവിടെ സഖാവ് AKG മത്സരിച്ചിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ആരെയായിരുന്നു സ്ഥാനാർത്ഥിയായി നിർത്തിയത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിനും RSSനുമെല്ലാം ഒരേ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? ആരായിരുന്നു? RSSന്റെ ജില്ലാ കാര്യവാഹ്. ഓർമ്മയില്ലേ? വേറെ സ്ഥാനാർത്ഥി ഉണ്ടായില്ല. അത്ര പച്ചയായി RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി. ഒരു നാണോ ഉളുപ്പും ഇല്ലാതെ അതെല്ലാം ചെയ്തവരാണ്. കേരളത്തിൽ എന്തെല്ലാം അനുഭവം, എല്ലാത്തിൻ്റെയും ലീസ്റ്റ് ഞാൻ അവതരിപ്പിക്കണം. ഓർമ്മയില്ലേ കോലീബിയുടെ കാര്യം? പട്ടാമ്പിയിലെ EMS മത്സരിക്കുമ്പോൾ അതും ഒരു കഥയാണല്ലോ. അതിനു മുമ്പ് ആ EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി RSS പറന്നിറങ്ങിയില്ലേ? അന്നത്തെ ജനസംഘത്തിന്റെ രാജ്യത്തിലെ